ഞങ്ങളുടെ മാർക്കറ്റ് ഒരു മാസത്തേക്ക് നിങ്ങൾ ഇവിടെ എന്തൊക്കെ കണ്ടീഷൻസ് ഉള്ളത്? ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് പോകണമെന്നല്ലേ, നമുക്ക് നമ്മൾ ഇപ്പോഴും ഒരുമിച്ചില്ല. ചേച്ചി, ചേച്ചിയുടെ പേരെന്താ? ഖദീജ. എവിടുന്നാ വന്നേ? നീ എവിടുന്നാ വരുന്നേ? എന്ത് വെച്ചിട്ടാ വന്നേ? അതൊക്കെ വലിയ കഥ. എത്ര നാളെ ശിഷ്യർ വന്നിട്ട്? എന്റെ കുഞ്ഞാവിനെ കൊണ്ടുവന്നോ? കുഞ്ഞാവിനെ കൊണ്ടുവന്നു. എന്ത് വെച്ചിട്ടാ വന്നേന്ന് പറയാവോ? കുഞ്ഞാവ എവിടെ? കുഞ്ഞാവിനെ ഇപ്പൊ കൊണ്ടുതരും. ചേച്ചി വെച്ചോ. ഞാനൊരു കഥ പറയാം. എന്നെ മോളെ മോളെ എന്നെ മോളെ മോളെ അതിലേക്ക് മോളെ മോളെ ഇത് ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഗ്രൂപ്പിലോട്ടുണ്ടോ? മക്കളെ, നമ്മുടെ ഇവിടുത്തെ നജീബ ഇല്ലേ, നജീബ, ആ നജീബയ്ക്ക് പ്രാന്ത. അമ്മയും കൂടെ അവരെ എവിടേക്കോ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്കത് കാണണമെങ്കിൽ വേഗം വീടിന്റെ പുറത്തിറങ്ങി എല്ലാരും കേട്ടാ മതിയായിരുന്നു ആ വോയിസ്. അല്ലേലും ഈ വട്ടുള്ളതിനൊക്കെ ഈ കുടുംബത്തെങ്ങാനും കൊണ്ട് ഇരുത്തിയാ പോലെ. എന്തിനാ ഈ വലിച്ചുകൊണ്ട് നടക്കണേ? സത്യം, അവരുടെ വീട്ടുകാരെ ഇതേണ്ട തന്നെ അവരെ അനുഭവിക്കുന്നത്. അത് ശരിയാ, അത് ശരിയാ. പാരമ്പര്യമായിരിക്കും, അതാവാനേ വഴിയുള്ളൂ. എന്നാലേ ആ കൊച്ച് ചോക്കടിപ്പിക്കും ഉറപ്പാ. എന്റെ അല്ല, നമുക്ക് ആകെയുള്ള ഒരു മോള, നമുക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് അറിയത്തില്ല. ഞാൻ മടുത്തു. നമ്മൾ എന്ത് ചെയ്യും ദിവി? നമുക്ക് അവിടെ ഒരു കല്യാണം കഴിപ്പിച്ചാലോ? സംസാരിക്കാം. എന്താ മോളെ? എന്താ അവിടെ ഇവിടെ ഇരിക്കേ മോളെ? അങ്ങനെ മോളെ ബ്രോക്കർ മുസ്തഫല്ലേ? ഞാൻ ഇവിടുത്തെ വിളിച്ചില്ലായിരുന്നോ? മോളുടെ കാര്യം പറഞ്ഞാൽ മോൾക്ക് വില പറ്റിയ ആലോചന ഉണ്ടോ? ഉള്ളതെങ്കിലും കൊണ്ടുപോവാ. അവളുടെ അവസ്ഥ അറിയാലോ, ഉള്ളതേ മതി. ഹലോ, ബ്രോക്കർ മുസ്തഫയാ? ഏത് പെണ്ണ്? ഞാനിവിടെ ഒരു പെണ്ണ് കാണാൻ വന്നേക്കുവാ. അതിവിടെ അടുത്തുള്ളൊരു പെണ്ണ്. ഞാൻ പിന്നെ വിളിക്കാം. ആ പെണ്ണിന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ, നല്ല ചെറിയൊരു പ്രശ്നം. അത് കാര്യാക്കണ്ട. നല്ല കാശ് കിട്ടും. നല്ല സിനിമ വാങ്ങിച്ചു തരാം. നല്ല പൈസ വാങ്ങിച്ചു തരും. അത് വരി. എന്നാ പോകാം. സുഹറ, ചായ ബോള വിളിച്ചിട്ട് വന്നേ. ആരാ ചക്കര? അതെ, മോന് പേരെന്താ? ഞാൻ ബ്രോക്കർ. ഞാൻ ഫോണിൽ കൂടെ നേരിട്ട് കണ്ടിട്ടില്ല നമ്മള്. മോന്റെ വീട് എവിടെയാ? ഇതാട്ടോ മോള് നജീബ. ചെറുക്കൻ പെണ്ണിനെ ഇച്ചിരി മാറി എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആയിക്കോളൂ, നമുക്ക് വിരോധമൊന്നുമില്ല. നല്ല ചായ. എന്നെ ഇഷ്ടായോ? സുന്ദരി കേട്ടോ. ചെറുക്കൻ ഇഷ്ടമായി. നമുക്ക് ഉറപ്പിക്കാം. ചെറുക്കനോട് ചോദിച്ചേക്കാം. മോനെ, കൊച്ചിന് ഇഷ്ടമായോ? ഇഷ്ടമായി. ഞങ്ങളുടെ ഒറ്റ മോളാ. എനിക്കുള്ളതൊക്കെ ആൾക്കുള്ളതാ. ഞങ്ങളുടെ സ്വർണവും പണവും എല്ലാം ആൾക്കുള്ളതാ. നീയാണ് പൊന്നു പോലെ നോക്കിയാൽ പെണ്ണിനെ കിട്ടായില്ലേ? പെണ്ണിനെ നോക്കില്ല. പക്ഷേ സ്ത്രീകളും തമ്മിൽ അതിന്റെ പെണ്ണിന് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ? ഒരു ദുരുദ്ദേശം ഉണ്ടാകാൻ സാധ്യതയില്ല. എനിക്കറിയാവുന്ന ഫാമിലിയാ. ഇവരാണ് തോന്നുന്നു ആ പെണ്ണ് കാണാൻ പോയ ടീംസ് വേണ്ട രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്യണം. അവളൊക്കെ കെട്ടിയിട്ടെന്തിനും സത്യം ചെറുക്കനെ കണ്ടാ അറിയാം. പറഞ്ഞു നല്ല അറിഞ്ഞിട്ട് വരുന്നതാണോ ഉണ്ടോ? എന്തായാലും നമുക്കെല്ലാം ചോദിച്ചു നോക്കാം. ഇവിടെ ഒന്നും കണ്ടുപരിചയില്ലല്ലോ. എവിടെയാ പെണ്ണ് കാണലുണ്ടായിരുന്നത്? ഖദീജയുടെ വട്ടുള്ള പെൺകൊച്ചിന്റെ വീട്ടിൽ
കല്യാണം ആലോചിക്കാൻ പോയോ? ചെറിയ രീതിക്കല്ലേ ഓട്ടോ. കുടുംബക്കാർക്ക് പാരമ്പര്യമായിട്ട് വട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാ. ആ കൊച്ചിന് ഈ അടുത്തായിരുന്നു ഷോക്ക് അടിപ്പിക്കാൻ എന്തിനാന്നൊക്കെ കൊണ്ടുപോയി എവിടെയൊക്കെ അവരെ പിടിച്ചോണ്ട് പോണൊക്കെ കാണാം. നമുക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ ആ കൊച്ചിന് വലിയ എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ഇതിനൊക്കെ ചങ്ങലക്ക് നിങ്ങൾ ഇതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്ത് വേറെ പെണ്ണുങ്ങളെ ഒന്നും കിട്ടില്ല. ആയിക്കോട്ടെ, ഞങ്ങൾ എങ്ങനെയാണെന്ന് അവര് പറഞ്ഞോളൂ. പെണ്ണിന് പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? പെണ്ണിന് ഇച്ചിരി പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നല്ല കാശല്ലേ എനിക്കിനി പണിയെടുക്കാതെ സുഖമായിട്ട് തിന്ന് ജീവിക്കാം, തിന്നാൻ കിടക്കാം. ഇനി ഇത് മാത്രം മതി നിനക്ക്. ഇനി ഒരു കെട്ടിയിട്ടുണ്ട് പെണ്ണുമായി ഈ പണിയെടുക്കണ്ട, സുഖ ജീവിതം. ഇത് പോരെ എനിക്ക്. Ni sa sa re sa ni sa sa ga re ni sa sa re sa ni sa sa ga re ni sa sa re sa ni sa sa ga re sa pa ma pa ga re നീല നിലാവിൻ മാളികമേലെ മാമഴവില്ലിൻ താമരനൂലെ ഊയലിലാടും പൂമയിലാളെ നിറകതിരഴകൊളിയായി ഷാദി മൊഹബത്തിൽ ഉണർന്നു മലർവനി മുഹമ്മദ് റസൂൽ വരും വഴി മനസ്സിലെ അതൃപ്പമൊരുക്കി നീ നബിയേ. എന്തായാലും ഈ കാര്യം ഇപ്പൊ തന്നെ പോലീസിനെ വിളിച്ച് താമസിപ്പിക്കണ്ടേ? ഇപ്പൊ തന്നെ വിളിച്ചോ. ഹലോ, പോലീസാണോ? ഞങ്ങൾ ഇവിടെ തൊടുപുഴയുടെ അടുത്തുനിന്ന് വിളിക്കുവാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു വീടുണ്ട്, അവിടാണ് ഭയങ്കര ശബ്ദം. നിങ്ങൾ വേഗം ഒന്ന് ഇങ്ങോട്ട് വരണേ. ഞാൻ വേഗം വരണം അല്ലേ? വേഗം വന്ന് നോക്ക് കേട്ടോ. ശരി ശരി ശരി, വേഗം വരണേ. മാഡം നമ്മളോട് പറഞ്ഞ സ്ഥലം ഇത് തന്നെയല്ലേ? ഇത് തന്നെയാ തോന്നുന്നു. ഞങ്ങൾ അടുത്തൊരു വീട്ടിൽ നിന്നാണ്. അവിടെ നിന്നാണെങ്കിൽ ഒരു എന്തൊക്കെയോ ആ കൊച്ചിനാണ് എന്തോ ഭ്രാന്തൊക്കെ ഉള്ളതാ. ഭ്രാന്തുള്ളതാ. നിങ്ങളൊന്ന് നോക്കണം. പോലീസിനെ ആരായിരുന്നു ആദ്യം വിളിച്ചത്? ഞാനാ വിളിച്ചത്. അതെല്ലേ, ഇവിടെ ഉണ്ടായിരിക്കണം, കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ. അവിടെ ഉപദ്രവങ്ങളൊക്കെ നേരത്തെ കുട്ടിക്ക് ഇങ്ങനെ അസുഖം ഉള്ളതായിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കുറച്ച് നാളായിട്ട്. അപ്പൊ ഹസ്ബൻഡിന് ഇതിനെ പറ്റി എന്തെങ്കിലും അറിയാമായിരുന്നു? അറിയാം. ഹസ്ബൻഡ് ഇത് അറിഞ്ഞിട്ടാണോ കല്യാണം? എന്തെങ്കിലും സ്ത്രീധനമായിട്ടല്ലോ കാണിച്ചാറുണ്ട്? ഇല്ല. അവർ തമ്മിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും? ഇല്ല, വേറെ പ്രശ്നമൊന്നും. ഇപ്പോഴാണ് ഇങ്ങനെ. ഇവിടെ വീട്ടിലാണോ അതോ ഹസ്ബൻഡിന്റെ വീട്ടിലാണോ കൂടുതൽ നിൽക്കണം? ഹസ്ബൻഡിന്റെ വീട്ടിൽ. അവിടെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, അവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കുട്ടിക്ക് ചെറുപ്പത്തിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ചെറുപ്പത്തിൽ ഇങ്ങനെ വീട് വിട്ട് മാറുക അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ്? ഇല്ല ഇല്ല ഇല്ല. ഇപ്പോഴാണ് ഇങ്ങനെ. ഇങ്ങനെയാ എന്നെ വട്ടാണെന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടാക്കി. സാരമില്ല ചേച്ചി, അത് കുഴപ്പമില്ല. എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ, പിന്നെ വരാം. എന്റെ കുഞ്ഞെവിടെ? കുഞ്ഞിനെ തരാന്നല്ലേ നിങ്ങൾ പറഞ്ഞ? കുഞ്ഞിനെ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. കുഞ്ഞ് വീട്ടിലല്ലേ? ചേച്ചി കുഞ്ഞിനെ വീട്ടിൽ പോയിട്ട് കാണാം. അവിടെ പോകുമ്പോൾ കാണാം. ഞങ്ങൾ നാളെ വരാവേ. പോയിക്കോട്ടെ, നാളെ വരാവേ. കുഞ്ഞിനെ കൊണ്ടുവരാം കേട്ടോ. ഇപ്പൊ പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വരാം. പോവാണേ.
ഓരോ കൂടിക്കാഴ്ചയും അവർക്കൊരു പ്രതീക്ഷയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടയാൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ.